1 കൊരിന്ത്യർ 11:23 തൊട്ട്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. ബലിയർപ്പിക്കാനല്ല പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും, മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചതല്ല, പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം അപ്പസ്തോലനാക്കപ്പെട്ടവനാണ് പൗലോസ്. ഗലാത്യ ലേഖനം 1-11 തൊട്ട്. ഗലാത്യ 1:11 തൊട്ട്. സഹോദരന്മാരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല. പൗലോസാണ് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. സുവിശേഷം പ്രസംഗിച്ചു, ലേഖനങ്ങൾ പൗലോസ് എഴുതി. ആരാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ പഠിപ്പിച്ചു കൊടുത്തത്? ഈ ലേഖനങ്ങളൊക്കെ എഴുതുവാൻ പൗലോസിനെ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഒരു മനുഷ്യനുമല്ല. പിന്നെയോ ഗലാത്യ 1:11 തൊട്ട്. സഹോദരന്മാരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമല്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:18. യോഹന്നാൻ 17:18. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തെ യേശു ക്രിസ്തു ലോകത്തിലേക്ക് അയച്ചു. അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അയക്കപ്പെട്ടവൻ. പിതാവ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ അയച്ചു. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:1. ദൈവഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൂടെ ദൈവേഷ്ടത്താൽ, ദൈവഹിതമനുസരിച്ച് അഥവാ ദൈവേഷ്ടത്താൽ, ബൈ ദ വിൽ ഓഫ് ഗോഡ്. നേരത്തെ പറഞ്ഞല്ലോ, പൗലോസ് ഒരു യാഥാസ്ഥിതിക യഹൂദനായിരുന്നു. ഒരിക്കലും ക്രിസ്ത്യാനിയാകാനോ അപ്പസ്തോലനാകാനോ ആഗ്രഹിച്ചതല്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവഹിതം പൗലോസ് അപ്പസ്തോലൻ ആകണമെന്നതായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഗലാത്യ 1:1, മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസായ ഞാനും. ഏതെങ്കിലും കോളേജിൽ പഠിച്ച അപ്പസ്തോലനായതല്ല. പിന്നെ എങ്ങനെ അപ്പസ്തോലനായി? പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു ആരാണ് എന്നെ അപ്പസ്തോലനാക്കിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഗലാത്യ 1:1, മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസായ ഞാനും. ഈ പൗലോസാണ് 14 ലേഖനങ്ങൾ എഴുതിയത്. എബ്രായ ലേഖനവും അദ്ദേഹം തന്നെ എഴുതിയതാണ് എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ ധ്യാനം നമ്മൾ ആരംഭിച്ചിട്ടേയുള്ളൂ. പൗലോസ് അപ്പസ്തോലനായത് പൗലോസിൻ്റെ താല്പര്യമായിരുന്നില്ല, ദൈവഹിതപ്രകാരമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-14 തൊട്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ, അതായത് പൗലോസ്, സമ്പാദിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, അനന്യാസിനോടാണ് പറഞ്ഞത്, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ.
എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. പൗലോസിനെക്കുറിച്ചുള്ള ദൈവഹിതം ഇതായിരുന്നു: വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ, അഥവാ പൗലോസ്. അതുകൊണ്ട് പൗലോസിന് ബോധ്യമുണ്ട്, ഞാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. മനുഷ്യരെന്തെങ്കിലും പറയട്ടെ, കൊരിന്തിയ സഭയിലെ ചില വിശ്വാസികൾക്ക് പൗലോസിലൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ടോ? ജഡികരായ ചില വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് സംശയമുണ്ടായി. ആർക്കൊക്കെ ഇക്കാര്യത്തിൽ സംശയമുണ്ടായാലും പൗലോസിന് തന്നെ വിളിച്ചതും നിയമിച്ചതും കർത്താവാണ്, ദൈവഹിത പ്രകാരമാണ് ഞാൻ അപ്പസ്തോലനായിരിക്കുന്നത് ബോധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ പൗലോസിനെ പോലെ അപ്പസ്തോലനല്ല എങ്കിലും നമ്മെ വിളിച്ചത് കർത്താവാണ്, ദൈവഹിത പ്രകാരം നമ്മെ വിളിച്ചു. ദൈവരാജ്യ വ്യാപനത്തിനു വേണ്ടി നമുക്കും ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, എന്നെ വിളിച്ചത് കർത്താവാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ എൻ്റെ ഹിതപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സുവിശേഷ വേലയെ, പ്രവർത്തനത്തെ പലരും ചിലപ്പോൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കാം. നോ പ്രോബ്ലം. അവരെന്തെങ്കിലും പറയട്ടെ, ഇത് ദൈവം എനിക്ക് തന്ന ഒരു ദൗത്യമാണ്. ദൈവം ഏൽപ്പിച്ച വേലയെക്കുറിച്ച് പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഉയരാനും താഴാനും നമ്മൾ പോകില്ല. പൗലോസ് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാധാന്യം കൊടുത്തത് ദൈവഹിതത്തിനാണ്. കാരണം ദൈവേഷ്ടപ്രകാരമാണ് അദ്ദേഹം അപ്പസ്തോലനായത്. തുടർന്ന് അപ്പസ്തോലനായ ശേഷവും സ്വന്തം ബുദ്ധി അനുസരിച്ച് ഒരു കാര്യവും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹത്തിന് ആസിയയിലേക്ക് പോയി സുവിശേഷിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് തടുത്തു. രാത്രി ദർശനത്തിൽ ഒരു മക്കതോനിക്കാരനായ പുരുഷൻ ഇവിടെ വന്ന് ഞങ്ങളെ സഹായിക്കുക, അങ്ങനെ ഒരു ദർശനമുണ്ടായപ്പോൾ തൻ്റെ സ്വന്തം പദ്ധതി മാറ്റിവെച്ച് ആസിയയിലേക്ക് പോകാതെ മക്കതോനിയിലേക്ക് പോയി. തദ്ഫലമായി ഫിലിപ്പയിൽ ഒരു സഭയുണ്ടായി. ഫിലിപ്പിയ ലേഖനം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദൈവഹിതം അതിനു മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പൗലോസ്, നമ്മളും അപ്രകാരം തന്നെയായിരിക്കണം. നമ്മെക്കുറിച്ച് മറ്റു പലർക്കും പല താല്പര്യങ്ങളും ഉണ്ടായിരിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 2 തൊട്ട് സ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. എബ്രായ ലേഖനവും പൗലോസാണ് എഴുതിയത് എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ വചനം കൂടുതൽ ആഴമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അതും പൗലോസിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സാധ്യമല്ല. അദ്ദേഹം പറയുന്നത്, ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതെ, നമ്മുടെ ബൈബിൾ ക്ലാസ് ആയാലും സുവിശേഷ വേലയായാലും സ്വന്തം ഹിതപ്രകാരമൊന്നും ചെയ്യാൻ പറ്റില്ല. എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. സ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല. ബാലപാഠങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ആത്മീയ വളർച്ചയ്ക്കായിട്ടുള്ള പാഠങ്ങൾ പഠിക്കണം. അതും ദൈവം അനുവദിക്കുന്നെങ്കിൽ. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇതാണ് നമുക്കും വേണ്ട മനോഭാവം. ഇനി പൗലോസ് സുവിശേഷ വേലയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം ദൈവഹിതമാണ്. ഈ കാര്യത്തിൽ നീ ഏർപ്പെടണം, ഈ കാര്യത്തിൽ നീ പോകണം, അത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് ബോധ്യം കിട്ടിയാൽ ആരൊക്കെ എതിർത്താലും ദൈവഹിതത്തിൽ നിന്ന് തന്നെ പുറകോട്ട് ചലിപ്പിക്കാൻ, ഒരിഞ്ച് പോലും പുറകോട്ട് ചലിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ദൈവഹിതത്താൽ അപ്പസ്തോലനായ പൗലോസ് ജീവിതത്തിലുടനീളം ദൈവഹിതപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥിക്കുകയും അപ്രകാരം തന്നെ പ്രവർത്തിച്ചവനുമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 21:12 തൊട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 21:12 തൊട്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങളും എന്ന് പറയുന്നത് പൗലോസിനെ അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വിശ്വാസികളാണ്. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും
പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചു. കാരണം അവിടെ പോയാൽ ഭയങ്കര ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ? ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല, മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകരുതേ, കാരണം പരിശുദ്ധാത്മാവാണ് പറഞ്ഞിരിക്കുന്നത് ഉപദ്രവം ഉണ്ടാകും. പക്ഷേ പരിശുദ്ധാത്മാവ് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, ഉപദ്രവം ഉണ്ടാകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് പോകരുത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പോകില്ല. പക്ഷേ പോകരുത് എന്നല്ല പറഞ്ഞത്, ഉപദ്രവം ഉണ്ടാകും, പൗലോസിന് കഷ്ടത ഉണ്ടാകും. അത് കേട്ടപ്പോൾ പൗലോസിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ നിലവിളിക്കുകയാണ്, പൗലോസേ പോകരുത്. ശരി, നിങ്ങളൊക്കെ നിലവിളിക്കുകയാണല്ലോ, ഞാൻ പോകുന്നില്ല. അങ്ങനെയല്ല പൗലോസിൻ്റെ തീരുമാനം. അദ്ദേഹം ജെറുസലേമിലേക്ക് പോകുന്നത് 100% ദൈവഹിതമാണ്. അവിടെ പോയി ഉപദ്രവമേൽക്കണം, അതും ദൈവഹിതമാണ്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ നിലവിളിച്ചാലും തൻ്റെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കുവാൻ സാധ്യമല്ല. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ? യെരുശലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല, മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വിശ്വാസികൾ എന്താണ് ചെയ്തത്? വീണ്ടും നിലവിളിച്ച് പൗലോസേ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞില്ല. പിന്നെ അവർ എന്താണ് ചെയ്തത്? അവനെ സമ്മതിപ്പിക്കുവാൻ, അതായത് പൗലോസിനെ സമ്മതിപ്പിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി. കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി. അതെ, ചില കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും നമ്മുടെയും മനോഭാവം ഇതായിരിക്കണം, കർത്താവിൻ്റെ ഹിതം നടക്കട്ടെ. കാരണം നമ്മൾ ഈ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നത് ദൈവേഷ്ടപ്രകാരമാണ്. ഇനി ജീവിതത്തിലുടനീളം നിറവേറേണ്ടത് ദൈവഹിതമാണ്. നമ്മെക്കുറിച്ചുള്ള മനുഷ്യരുടെ ഹിതമല്ല, മനുഷ്യരുടെ പദ്ധതിയുമല്ല. നാം ധ്യാനിക്കുന്ന വാക്യം വീണ്ടും വായിക്കുകയാണ്. ദൈവഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കാം. നോ, അങ്ങനെയല്ല. ദൈവം അനുവദിച്ചാലല്ലേ അതുപോലും നടക്കുകയുള്ളൂ. നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട്, അതായത് ഫിലിപ്പിയ സഭ സ്ഥാപിച്ചത് പൗലോസാണ്. ഇപ്പോൾ പൗലോസ് മറ്റൊരു സ്ഥലത്താണ്. ഫിലിപ്പിയ സഭയിലെ പല വിശ്വാസികളും സുവിശേഷ വിരോധികളുടെ എതിർപ്പുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പിയ സഭയുടെ അവസ്ഥ എന്താണ്? അക്കാര്യം പൗലോസിന് അറിയണം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന്, ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾ ആരും വിശ്വാസം ത്യജിച്ചിട്ടില്ല. ഉപദ്രവങ്ങളുടെ നടുവിൽ അവർ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യം പൗലോസിന് അറിയണം. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ അത്ര വളർന്നിട്ടില്ലാത്തൊരു കാലമാണല്ലോ അത്. അതുകൊണ്ട് തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചിട്ട് അദ്ദേഹം ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീണ്ടും പൗലോസിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് കാര്യങ്ങളൊക്കെ ഫിലിപ്പിയ സഭയുടെ അവസ്ഥ പൗലോസിനെ അറിയിക്കണം. അങ്ങനെയാണ് പൗലോസിൻ്റെ മനം തണുക്കുക. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. ഞാനൊരു അപ്പസ്തോലനാണ്, തിമോത്തിയോസിനെ എന്തായാലും ഞാൻ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല പറയുന്നത്. പിന്നെയോ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. അതായത് എല്ലാ കാര്യത്തിനും കർത്താവിൻ്റെ സാങ്ഷൻ വേണം. കർത്താവ് അനുവദിച്ചാൽ മാത്രമേ ഒരു കാര്യം നടക്കുകയുള്ളൂ. ദൈവഹിതത്തിന് അങ്ങേയറ്റം സ്ഥാനം കൊടുത്തവനാണ് പൗലോസ്. നമ്മളും അങ്ങനെ തന്നെയായിരിക്കണം. 1 തെസ്സലോനി 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ.
1 തെസ്സലോനി 5:16 തൊട്ട്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവഹിതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത പൗലോസ് ഈ വാക്യത്തിൽ പറയുന്നത്, ദൈവഹിതമനുസരിച്ച് നാം ധ്യാനിക്കുന്നത് കൊളോസ്യർ 1:1-2. ദൈവഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൂടെ. പൗലോസ് അപ്പസ്തോലനാണ്. ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ എന്തിനാണ് തിമോത്തിയോസിൻ്റെ പേര് ചേർക്കുന്നത്? പൗലോസിന് തനിച്ച് അങ്ങ് എഴുതി തിമോത്തിയോസിൻ്റെ പേര് ഒഴിവാക്കാമായിരുന്നില്ലേ? കാരണം പൗലോസ് അപ്പസ്തോലനാണ്, തിമോത്തിയോസ് അപ്പസ്തോലനല്ല. എല്ലാവരെയും മാനിക്കുന്ന, ആദരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഈ തിമോത്തിയോസ് ആരാണ്? എൻ്റെ സഹോദരനാണ്. ദൈവഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും. പൗലോസ് ആരാണ്? അപ്പസ്തോലനാണെങ്കിലും എല്ലാവരും ക്രിസ്തുവിൽ സഹോദരന്മാരാണ്. എല്ലാവർക്കും ഒരു പിതാവാണ്. ഈ തിമോത്തിയോസിനെ പിതാവായ ദൈവം സ്വന്തം മകനായി അംഗീകരിച്ചിരിക്കുന്നു. പൗലോസിനെയും പിതാവായ ദൈവം യേശുക്രിസ്തു മുഖാന്തരം സ്വന്തം മകനായി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവഭവനത്തിലെ സഹോദരന്മാരാണ് പൗലോസും തിമോത്തിയോസും. ഞാൻ അപ്പസ്തോലനാണ്, എൻ്റെ സ്ഥാനത്തേക്ക് മറ്റാരും ഉയർന്നു വരാൻ പാടില്ല, അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ല. 1 തെസ്സലോനി 3:2. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു. പൗലോസ് ചെയ്തിരുന്ന സുവിശേഷ വേലയിൽ പൗലോസിന് വളരെ സഹായം ചെയ്തവനാണ് തിമോത്തിയോസ്. മകൻ അപ്പന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെയാണ് ശുശ്രൂഷ ചെയ്തത്. പൗലോസ് പല സഭകളിലേക്കും തിമോത്തിയോസിനെയാണ് അയച്ചത്. തിമോത്തിയോസ് വിശ്വസ്തനാണ്. പല സഭകളുടെ അവസ്ഥ എന്താണെന്ന് അറിയുവാൻ പൗലോസിന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുമിച്ച് ചെല്ലാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വസ്തനായി തിമോത്തിയോസിനെ അയച്ചു. മാത്രമല്ല, ചില സഭകളിൽ ഉപദേശ സംബന്ധമായ കാര്യങ്ങൾ ക്രമപ്പെടുത്തണമായിരുന്നു. പൗലോസിന് എപ്പോഴും എല്ലായിടത്തേക്കും ഓടിച്ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് തിമോത്തിയോസിനോട് യഥാർത്ഥ ഉപദേശങ്ങൾ പൗലോസ് പറഞ്ഞു കൊടുക്കുകയും ആ ഉപദേശങ്ങൾ തിമോത്തിയോസ് സഭകളിൽ പഠിപ്പിക്കുകയും ചെയ്തു. കാരണം പൗലോസിൻ്റെ അഭാവത്തിൽ പല ദുരുപദേശകന്മാരും അന്ന് സഭകളിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു. കഴിയുന്നതും പൗലോസ് തന്നെ പോയി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. എന്നാൽ പറ്റാത്ത ഇടങ്ങളിലേക്കെല്ലാം തിമോത്തിയോസിനെയാണ് അയച്ചത്. തിമോത്തിയോസ് ഒരു മെസ്സഞ്ചറായിരുന്നു. സഭകളിലെ വിവരങ്ങൾ പൗലോസിന് ചെന്നെത്തിക്കും. മാത്രമല്ല, പൗലോസിൻ്റെ കൂടെ ഈ തിമോത്തിയോസ് ഒരുപാട് തവണ യാത്ര ചെയ്തു. പൗലോസ് സുവിശേഷ വേലയിൽ ഒരുപാട് കഷ്ടത സഹിച്ചപ്പോൾ അതിൻ്റെ ഒരു ഓഹരി, ആ കഷ്ടതയുടെ ഓഹരി തിമോത്തിയോസും വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനെ സഹോദര എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. 1 തെസ്സലോനിക്ക 3:2. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു. 1 കൊരിന്ത്യർ 16:10 തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവനും എന്നെപ്പോലെ കർത്താവിൻ്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ. എന്നെ മാത്രം നിങ്ങൾ മാനിച്ചാൽ മതി. നോ. പൗലോസ് എന്താണ് കൊറിന്ത്യ സഭയിലെ വിശ്വാസികളോട് പറയുന്നത്? തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പൗലോസിനെ കൊരിന്ത്യ വിശ്വാസികൾ വളരെ ബഹുമാനിക്കും. പക്ഷേ പൗലോസ് അയച്ച തിമോത്തിയോസിനെ അവർ എങ്ങനെ സ്വീകരിക്കണം?
തിമത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവനും എന്നെപ്പോലെ കർത്താവിൻ്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ. ഇനി തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയ 2:19 തൊട്ട്, നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തിയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. നേരത്തെ പറഞ്ഞതാണ്. പൗലോസ് ഇപ്പോൾ ഒരു തടവറയിലാണ്. ഫിലിപ്പിയ സഭയിലെ കാര്യങ്ങൾ അറിയണം. സുവിശേഷ വിരോധികൾ നിമിത്തം ആ സഭയിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, കാര്യങ്ങൾ അറിയുവാൻ തിമോത്തിയോസിനെ അയക്കാമെന്നാണ് പൗലോസ് ആശിക്കുന്നത്. നിങ്ങളുടെ വിവരങ്ങൾ, ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി. കാരണം ആ സഭയിലെ വിശ്വാസികളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് അതോർത്ത് പൗലോസ് വിചാരപ്പെടുകയാണ്. നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തിയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി തിമോത്തിയോസിനെ കുറിച്ച് 2 വാക്ക് എഴുതുന്നതിൽ പൗലോസ് മടിക്കുന്നില്ല. അവനെപ്പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല. അത്രയും വിശ്വസ്തനാണ് ഈ തിമോത്തിയോസ്. അവനെപ്പോലെ, തിമോത്തിയോസിനെ പോലെ നിങ്ങളുടെ കാര്യത്തിൽ, ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ധാരാളം സ്വാർത്ഥരായ വിശ്വാസികളുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കും, ആരാധനയ്ക്ക് പോകും, പക്ഷേ സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരിക്കാം അവരുടെ ജീവിതം. എല്ലാ വിശ്വാസികളും അങ്ങനെയല്ല. ഇന്നും നമ്മുടെ കാലഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം നോക്കുവാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന വിശ്വാസികളുണ്ട്. അവർ പ്രാർത്ഥിക്കും, പല കാര്യങ്ങളും ചെയ്യും. എന്തിനു വേണ്ടിയാണ്? സ്വന്തം കാര്യം വിജയിക്കണം, സ്വന്തം കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, മക്കളുടെ ഭാവി, സാമ്പത്തികം, മറ്റു പല കാര്യങ്ങളും, രോഗം സൗഖ്യമാകണം, സ്വന്തം കാര്യം എങ്ങനെയെങ്കിലും നേടണം. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരുവനാണ് തിമോത്തിയോസ്. പൗലോസ് സ്വന്തം കാര്യം നോക്കിയവനല്ല. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഞാൻ ജീവിക്കുന്നുവെങ്കിലും ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ ഇനി ജീവിച്ചിരിക്കുന്നവർ അവരവർക്ക് വേണ്ടി ജീവിക്കാതെ അവർക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുവിന് വേണ്ടി ജീവിക്കണം. പക്ഷേ ഈ പ്രമാണങ്ങൾ എല്ലാ വിശ്വാസികളും പാലിച്ചില്ല. അതിൻ്റെ ഫലമായി എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. എന്നാൽ തിമോത്തിയോസിൻ്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. സ്വാർത്ഥരായ ഒരുപാട് വിശ്വാസികളുണ്ട് 1-ാം നൂറ്റാണ്ടിൽ പോലും. അവരെ പോലെ സ്വാർത്ഥനല്ല. അവർക്ക് കർത്താവിലൊക്കെ വിശ്വാസമുണ്ട്. സ്വാർത്ഥ വിശ്വാസികളാണെങ്കിലും സ്വന്തം കാര്യമാണ് അവർക്ക് മുഖ്യം. എന്നാൽ തിമോത്തിയോസിൻ്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ജീവനിൽ കൊതിയുള്ളവർക്ക് പറ്റില്ല. അത്രയും അപകടം നിറഞ്ഞ സാഹചര്യത്തിലാണ് പൗലോസ് സുവിശേഷ വേല ചെയ്തത്. ഈ പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്തു. കഷ്ടങ്ങളിൽ പങ്കാളിയായി ഈ തിമോത്തിയോസ്. പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. വാസ്തവത്തിൽ പൗലോസിന് ഒരു തിമോത്തിയോസിന് കിട്ടിയത് വളരെ പ്രയോജനമായി. മറ്റു ചർച്ചുകളിലേക്ക് അയക്കാനും തൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്കും തന്നെ പല രീതിയിൽ സഹായിക്കാനും വിശ്വസ്തനായി തിമോത്തിയോസിന് കിട്ടിയത് പൗലോസിന് വളരെ ഉപകാരമായി. അതേപോലെ തന്നെ യൗവനക്കാരനായി തിമോത്തിയോസിന് പൗലോസിനെ പോലെ അതിശ്രേഷ്ഠനായ, ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച, ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ പൗലോസിനെ പോലെ ഒരു കൂട്ടാളിയെ കിട്ടിയതിൽ തിമോത്തിയോസ് ഭാഗ്യവാനാണ്. പൗലോസ് ശരിയായ ഉപദേശങ്ങൾ തിമോത്തിയോസിന് പറഞ്ഞു കൊടുത്തു. തിമോത്തിയോസിൻ്റെ അബദ്ധങ്ങൾ തിരുത്തും. തിമോത്തിയോസിന് സംശയമുണ്ടെങ്കിൽ പൗലോസ് തിരുത്തും. എല്ലാ രീതിയിലും 2 പേർക്കും
ഈ കൂട്ടുകെട്ട് സഹായകരമായി. ഇന്ന് ചർച്ചുകളിൽ യൗവനക്കാരായ പല വിശ്വാസികളുമുണ്ട്. പക്ഷേ സഭയിലെ മുതിർന്ന പല വിശ്വാസികളിലും അവർക്ക് വിശ്വാസമില്ല. വാസ്തവത്തിൽ സഭയിലെ യൗവനക്കാരായ വിശ്വാസികൾ മുതിർന്ന വിശ്വാസികളുടെ ജീവിതം കണ്ട് പഠിക്കേണ്ടതാണ്. നല്ല മാതൃകയുണ്ടെങ്കിൽ, ഉപദേശ സംബന്ധമായ വിഷയങ്ങളിൽ നല്ല ബോധ്യമുണ്ടെങ്കിൽ സഭയിലെ യൗവനക്കാർ തീർച്ചയായും മാതൃകയുള്ള മുതിർന്ന വിശ്വാസികളുടെ അടുത്തേക്ക് ചെന്ന് എനിക്ക് ഈ കാര്യം ബൈബിളിൽ നിന്ന് എനിക്ക് കൂടുതൽ അറിയണം, അവരുടെ അടുത്ത് ചെല്ലും. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ മുതിർന്ന വിശ്വാസികളുടെ അടുത്തേക്ക് പോയി ഞാൻ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്കിളിന് ഈ മേഖലയിലെല്ലാം നല്ല അനുഭവ സമ്പത്തുണ്ടല്ലോ, ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ ഈ കാര്യത്തിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഉപദേശം തേടാം. പക്ഷേ ഇന്നത്തെ അവസ്ഥ യൗവനക്കാരായ പല വിശ്വാസികൾക്കും അതുപോലെ ടീനേജേഴ്സിനും അവരുടെ സ്വന്തം സഭയിലുള്ള പല മുതിർന്ന വിശ്വാസികളെയും വിശ്വാസമില്ല. എല്ലാവരുടെയും കാര്യമല്ല, നല്ല മാതൃകയുള്ള മുതിർന്ന വിശ്വാസികളുണ്ട്. അതുകൊണ്ട് ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. യുവതലമുറ പലപ്പോഴും മുതിർന്ന വിശ്വാസികളുമായി വേണ്ടത്ര സമ്പർക്കമില്ല. ചിലപ്പോൾ യൗവനക്കാർ സഭയിലെ പാസ്റ്ററുമായി തന്നെ അടുത്ത ആത്മബന്ധം പുലർത്തുന്നവരല്ല. ആരാധനയ്ക്ക് വരുന്നു, പോകുന്നു, സഭായോഗമാണ്, ഉപേക്ഷിക്കാൻ പാടില്ല, ആ ഒറ്റ കാരണത്താൽ വരുന്നു, പോകുന്നു. ഇനി ചില മുതിർന്ന വിശ്വാസികൾക്ക് മാതൃകയുള്ള ജീവിതമില്ല. പലർക്കും വചനത്തെ സംബന്ധിച്ച് വേണ്ടത്ര പരിജ്ഞാനവുമില്ല. പ്രായമുണ്ട്, ശരിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൗവനക്കാർ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള മുതിർന്ന വിശ്വാസികളെ ഞാൻ ആശ്രയിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ അങ്ങനെയല്ല വാസ്തവത്തിൽ വേണ്ടത്. സഭയിലെ എല്ലാ വിശ്വാസികളും പരസ്പരം സഹായിക്കുന്നവരും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് പ്രയോജനം വരുത്തുന്നവനും ആയിരിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് പല സഭകളിലും അങ്ങനെയുള്ളൊരവസ്ഥ വളരെ കുറവാണ്, ഒട്ടുമില്ല എന്നല്ല പറയുന്നത്. നാം ധ്യാനിക്കുന്ന വാക്യം വീണ്ടും വായിക്കാം. കൊളോസ്യർ 1:1-2. ദൈവഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തീമോത്തിയോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. സത്യവേദ പുസ്തകത്തിൽ നിന്ന് ഈ 2 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തീമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആർക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്? കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. വിശുദ്ധർ, സെറ്റ് അപ്പാർട്ട് വൺസ്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്. ഈ കൊളോസ്യയിലെ സഭയിലെ എല്ലാ വിശ്വാസികളും വിശുദ്ധരാണ്. എങ്ങനെ വിശുദ്ധരായി? പൗലോസോ പത്രോസോ പ്രഖ്യാപിച്ച് വിശുദ്ധരാക്കിയതല്ല. പൗലോസോ പത്രോസോ ഏതെങ്കിലും ഒരു വിശ്വാസിയെ നീ വിശുദ്ധനാണെന്ന്, നീ വിശുദ്ധയാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു, അങ്ങനെ പറഞ്ഞാലൊന്നും ഒരു വിശ്വാസി പോലും, ഒരുവൻ പോലും വിശുദ്ധനോ വിശുദ്ധയോ ആകുന്നില്ല. അപ്പസ്തോലന്മാരായ പൗലോസും പത്രോസും യോഹന്നാനും അവർ തന്നെ സ്ഥാപിച്ച സഭകളിലെ ഒരു വിശ്വാസിയെയും വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചില്ല. കാരണം ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക, ഇത് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പൗലോസിന് പറ്റില്ല. സഭകൾ സ്ഥാപിക്കാം, വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കാം, നല്ല ജീവിത മാതൃക കാഴ്ചവെക്കാം, വിശ്വാസികളെ തെറ്റുതിരുത്താം. പക്ഷേ ആരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായവരാണ്. യേശുക്രിസ്തുവാണ് ഒരുവനെ നീതീകരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് സകല പാപവും നീക്കി ഒരു അശുദ്ധനെ വിശുദ്ധീകരിക്കുന്നത്. ഇത് കർത്താവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ്. ഈ കൊളോസ്യയിലുള്ള വിശുദ്ധന്മാർ
പത്രോസ് അവരെ വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചതുകൊണ്ടോ പൗലോസ് പ്രഖ്യാപിച്ചതുകൊണ്ടോ അല്ല. ഇനി ഇവരുടെ സ്വന്തം സൽപ്രവൃത്തികളുടെ മിടുക്ക് കൊണ്ട് ഇവർ വിശുദ്ധരായതുമല്ല. യേശു ക്രിസ്തു ഇവർക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു. അത് ഇവർ വിശ്വസിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നീതി പിതാവായ ദൈവം ഇവരുടെ നീതിപ്രവൃത്തികളായി കണക്കിട്ടു. അങ്ങനെ ക്രിസ്തുവിനാൽ സൗജന്യമായി വിശുദ്ധ പദവി ലഭിച്ചവരാണ് ഇവർ. അപ്പസ്തോലനായ പത്രോസ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് വിശ്വാസികൾക്ക്. ആ വിശ്വാസികളെല്ലാം വിശുദ്ധരാണ്. അവരെ വിശുദ്ധരാക്കിയത് യേശു ക്രിസ്തുവാണ്. എങ്ങനെ വിശുദ്ധരാക്കി? യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ ഈ വിശുദ്ധ പദവി സൗജന്യമായിട്ടാണ് കിട്ടിയത്. കൃപയാൽ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ വിചാരിക്കും, ഇനി വിശുദ്ധ പ്രവൃത്തികൾക്ക് വല്ല പ്രാധാന്യവും ഉണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. കർത്താവിനാൽ വിശുദ്ധ പദവി സൗജന്യമായി പ്രാപിച്ചവരെല്ലാം ആ പദവിക്ക് ചേർന്ന വിശുദ്ധ ജീവിതം നയിക്കണം. ക്രിസ്തു എന്നെ സൗജന്യമായി നീതീകരിച്ചു, എനിക്ക് വിശുദ്ധ പദവി തന്നു എന്ന് പറഞ്ഞ് ലോകമോഹങ്ങൾക്ക് അടിമയായി ജീവിക്കാൻ പാടില്ല. ക്രിസ്തുവിനാൽ സൗജന്യമായി വിശുദ്ധീകരിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവർ എങ്ങനെ ജീവിക്കണം? അവർ വിശുദ്ധിയിൽ ജീവിക്കണം. നേരത്തെ പറഞ്ഞത് പൊസിഷനാണ്, ക്രിസ്തു സൗജന്യമായി നൽകിയ പദവിയാണ്. എന്നാൽ ക്രിസ്തുവിനാൽ വിശുദ്ധരാക്കപ്പെട്ടവർ അവരുടെ അനുദിന പ്രായോഗിക ജീവിതത്തിലൂടെ വിശുദ്ധ ജീവിതം എന്താണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്. കൊളോസ്യ ലേഖനം 1:12-13 വരെ വായിക്കുന്നു. കൊളോസ്യർ 1:12-13 വരെ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഇവർക്ക് വിശുദ്ധ പദവി കൊടുത്തത്, വിശുദ്ധ സമൂഹത്തിൽ അംഗമായി ഇവരും ചേർക്കപ്പെട്ടത് ഇവരുടെ മിടുക്ക് കൊണ്ടല്ല. ദൈവം ഇവരെ വിളിച്ചു, സൗജന്യമായി നീതീകരിച്ചു, ദൈവഭവനത്തിലെ അംഗങ്ങളാക്കി. അതുകൊണ്ട് ഇവരോട് പറയുന്നത്, കൊളോസ്യ 1:12 വായിക്കുന്നത്, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ, ഇവരുടെ കുറേ സൽപ്രവൃത്തികൾ നിമിത്തം യോഗ്യത പ്രാപിച്ചതല്ല, ഇവരെ യോഗ്യരാക്കിയതാണ്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. പണ്ട് ഇവർ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലായിരുന്നു. അന്ന് ഇവർ വിശുദ്ധരാക്കപ്പെട്ടിരുന്നില്ല. അന്ധകാരത്തിൻ്റെ ബന്ധനം, അനുസരണക്കേടിൻ്റെ മക്കൾ, സുവിശേഷം കേട്ടിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഇവരെ വിളിച്ചു, തൻ്റെ രക്തത്താൽ ഇവരെ കഴുകി ശുദ്ധീകരിച്ചു. ഇപ്പോൾ ഇവർ എവിടെയാണ്? അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ, അതായത് പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ഈ പ്രിയപുത്രൻ്റെ രാജ്യത്തിൽ അശുദ്ധന്മാരില്ല. ഈ പ്രിയപുത്രൻ്റെ രാജ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച വിശുദ്ധരാണുള്ളത്. അങ്ങനെയുള്ള വിശുദ്ധർക്കാണ് ഈ ലേഖനം, നാം ധ്യാനിക്കുന്ന ലേഖനം, പൗലോസും തിമോത്തിയോസും കൂടി കൊളോസ്യയിലുള്ള വിശുദ്ധർക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. ഇവർക്ക് ക്രിസ്തു സൗജന്യമായി വിശുദ്ധ പദവി നൽകിയെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇവർ വിശുദ്ധരായി ജീവിക്കുക തന്നെ വേണം. അതുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ചുള്ള നിയമങ്ങൾ കൊളോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും പൗലോസിൻ്റെ മറ്റു ലേഖനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ അനുദിന ജീവിതത്തിൽ വിശുദ്ധ പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ. കൊളോസ്യ ലേഖനത്തിൽ നിന്ന് തന്നെ 3-ാം അധ്യായം 5 തൊട്ട് വായിക്കുന്നു.
അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇനി പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ വെച്ചേക്കരുത്. പിന്നെയോ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. ആര് ചെയ്യണം? ഇവർ തന്നെ ചെയ്യണം. പരിശുദ്ധാത്മ ശക്തിയാൽ ഇവർ തന്നെയാണ് പഴയ മനുഷ്യൻ്റെ ചെയ്തികളെയെല്ലാം നിഷ്കാസനം ചെയ്യേണ്ടത്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാലോ നിങ്ങൾ ജീവിക്കും. 1 പത്രോസ് 1:14-16 വരെ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ക്രിസ്തുവിനാൽ സൗജന്യമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരെല്ലാം നോട്ടത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും മനോഭാവത്തിലും കുടുംബജീവിതത്തിലും സുവിശേഷ വേലയിലും എല്ലാ നടപ്പിലും എല്ലാ പ്രവൃത്തികളിലും വിശുദ്ധരാകുവിൻ. ഇത് നമ്മളാണ് ചെയ്യേണ്ടത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ചല്ല, പരിശുദ്ധാത്മശക്തിയിൽ ആശ്രയിച്ചു. എബ്രായ ലേഖനം 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ഇതാ നമുക്കറിയുന്നൊരു ഉദാഹരണം. വലിയ സമുദ്രം, അതിലൂടെ ഒരു കപ്പൽ പോകുന്നു. കപ്പൽ പോകുന്നത് വെള്ളത്തിലൂടെയാണ്, പക്ഷേ കപ്പലിൽ വെള്ളം കയറാൻ പാടില്ല. ക്രിസ്തുവിനാൽ വിശുദ്ധരാക്കപ്പെട്ട നാം വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ തലമുറയുടെ ദോഷങ്ങൾ നമ്മെ സ്വാധീനിക്കരുത്. ലോകത്തിൻ്റെ തിന്മ നമ്മെ സ്വാധീനിക്കരുത്. പിന്നെയോ ഒന്നിനെക്കുറിച്ചും പിറുപിറുക്കാതെ നിഷ്കളങ്ക മക്കളായി നിങ്ങൾ ജീവൻ്റെ വചനം മുറുകെ പിടിച്ച് ലോകത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുന്നു. വിശുദ്ധൻ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണ് വിശുദ്ധൻ. സെറ്റ് അപ്പാർട്ട് വൺസ്. പഴയ നിയമത്തിൽ ദേവാലയം വിശുദ്ധമാണ്. അവിടെ ദൈവസാന്നിധ്യമുണ്ട്. ദേവാലയത്തിലെ പാത്രങ്ങൾ വിശുദ്ധമാണ്. യാഗങ്ങൾക്കും ബലികൾക്കും ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധമാണ്. ജെറുസലേം ദേവാലയം അത് വിശുദ്ധമാണ്. പഴയ നിയമത്തിൽ ദേവാലയവും അതുപോലെ തന്നെ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രവും മറ്റനേകം വസ്തുക്കളും വിശുദ്ധമാണ്. വിശുദ്ധമെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന വിശുദ്ധ പാത്രങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊരിക്കലും ഉപയോഗിക്കില്ല. ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ദേവാലയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവയാണ്. അവ ഹോളി വെസൽസാണ്. വീട്ടിലെ കറി വയ്ക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ദേവാലയത്തിലെ വിശുദ്ധ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല. അത് വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ഒരു സ്ഥലവും വിശുദ്ധമല്ല, ഒരു പാത്രവും വിശുദ്ധമല്ല. ഈ ലോകത്തിൽ വിശുദ്ധമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നു മാത്രമേയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയിലെ വിശ്വാസികളാണ് വിശുദ്ധർ.
കാരണം യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരാണ് നമ്മൾ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ സമ്പാദ്യമാണ് നമ്മളാണ് വിശുദ്ധർ. നിങ്ങളാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ലോകത്തിൽ ഏതെങ്കിലും പ്രത്യേക രാജ്യങ്ങളോ ഏതെങ്കിലും പ്രത്യേക വസ്തുവോ ഒന്നും വിശുദ്ധമല്ല. മരിച്ചുപോയ ചില വിശുദ്ധരുടെ എല്ലും മുടിയും നഖവും ഒക്കെ വിശുദ്ധമാണെന്ന് പറഞ്ഞ് ശവാരാധന നടത്തുന്ന ചില ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. അവയെ ക്രിസ്തീയ വിഭാഗങ്ങളെന്ന് പറയാമോ? സംശയമാണ്. കാരണം ശവത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ വിശുദ്ധമായിട്ടാണ് അവർ കരുതുന്നത്. അതുപോലെ തന്നെ ചില വിശുദ്ധരുടെ കബറിടം വിശുദ്ധമായി കാണുന്നു. ഇനി ജെറുസലേം അവിടം വിശുദ്ധമാണെന്ന് കരുതുന്നു. പക്ഷേ ഭൂമിയിൽ ഒരു സ്ഥലവും ഒരു വസ്തുവും ഇപ്പോൾ പുതിയ നിയമത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ വിശുദ്ധമല്ല. പുതിയ നിയമത്തിൽ വിശുദ്ധമായിരിക്കുന്നത് ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ കാന്ത, അത് നമ്മളാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ കാന്തകളായ നമ്മൾ ഒരു രീതിയിലും അശുദ്ധി പുരളാതിരിക്കണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക് വിശുദ്ധിയെക്കുറിച്ച് ഇത്രയധികം വാക്യങ്ങൾ, ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത്. കാരണം ദൈവം നമ്മളെ വിശുദ്ധരാക്കിയത് കൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിശുദ്ധമായത് ഈ ഭൂമിയിൽ ഒന്നു മാത്രം, അത് ദൈവമക്കളായ നമ്മളാണ്. ഈ ബോധ്യം നമുക്കുണ്ടോ? ഞാൻ വിശുദ്ധനാണ്. ദൈവത്താൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ് ഞാൻ. ദൈവം എന്നെ വിശുദ്ധനായി കരുതുന്നത് കൊണ്ട് കറയും ചുളുക്കവും എന്നിൽ കാണാൻ പാടില്ല. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വസ്തരുമായവർക്ക്, ഇവിടെ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം, ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊളോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവർ വിശുദ്ധരാണ്, മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസ്തരാണ്, മൂന്നാമതായി സഹോദരന്മാരാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാതം തൊട്ട് ഈ സമയം വരെയും കർത്താവിൻ്റെ കൃപയിൻ കീഴിൽ അവിടുന്ന് നമ്മെ അത്ഭുതകരമായി കാത്തു സൂക്ഷിച്ചു. നിത്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ താതന് സ്തോത്രം. കൃപ തന്ന് അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവായ യേശുവിന് മഹത്വം. ഇതാണ് വഴി, ഇതിലൂടെ പോവുക. നമുക്കൊരു നല്ല ഗൈഡുണ്ട്, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. കൊളോസ്യ ലേഖനം 1-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനാകാൻ ക്രിസ്തു തന്നെ പൗലോസിനെ വിളിച്ചു. പത്രോസ് മീൻ പിടിക്കുകയായിരുന്നു. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനാകാൻ ക്രിസ്തു തന്നെ പത്രോസിനെ വിളിച്ചത്. ഒരു അപ്പസ്തോലനാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വിളി ലഭിക്കണം. അത് പൗലോസിന് ലഭിച്ചിരിക്കുന്നു. പൗലോസും തിമോത്തിയോസും കൂടി ഈ ലേഖനം ആർക്കാണ് എഴുതുന്നത്? ആ വിശ്വാസികൾ എവിടെയാണ് താമസിക്കുന്നത്? ആ വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അതെല്ലാം ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും, ഇവർ താമസിക്കുന്നത് കൊളോസ്യയിലാണ്. ഇന്നത്തെ മോഡേൺ ടർക്കിയിലാണ് ഈ കൊളോസ്യ, അന്നുണ്ടായിരുന്ന കൊളോസ്യ. അന്ന് ഏഷ്യ മൈനറിലാണ് ഈ കൊളോസ്യ സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ന് ആ സ്ഥലം
മോഡേൺ ടർക്കിയിലാണ്. കൊളോസ്യയിലെ വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. വിശ്വസ്ത സഹോദരന്മാർ, ഇവർ യേശുവിൽ വിശ്വസിച്ചു. യേശുവിൽ വിശ്വസിച്ച എല്ലാവരും യേശുവിനോട് വിശ്വസ്തരാണോ? യേശുവിൽ വിശ്വസിച്ച ഈ സഹോദരന്മാർ യേശു ക്രിസ്തുവിനോട് വിശ്വസ്തരാണ്. ദൈവം നോക്കുന്നത് വിശ്വസ്തരെയാണ്. യേശുവിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും യേശുവിനോടും അവിടുത്തെ വചനങ്ങളോടും അവിശ്വസ്തത പുലർത്തി ലോകത്തോട് അനുരൂപരായി ജീവിക്കുന്ന ധാരാളം വ്യക്തികളെ കാണാം. അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിലും അവർ ക്രിസ്തുവിനോട് അവിശ്വസ്തരാണ്. അവിടുത്തെ പ്രമാണങ്ങൾ പാലിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയില്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, സകല മേഖലയിലും കർത്താവിനോട് വിശ്വസ്തനായിരിക്കണം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായമാണ് നാം ധ്യാനിക്കുന്നത്. ആ 1-ാം അധ്യായത്തിൽ തന്നെ എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകൻ എപ്പഫ്രാസിൽ നിന്നാണല്ലോ നിങ്ങൾ ഇത് ഗ്രഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 20 തൊട്ട്. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്. ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഭൃത്യനാരാണ്? എല്ലാ കാര്യത്തിലും യജമാനനോട് വിശ്വസ്തത പുലർത്തുന്നവൻ. കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായി ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, നല്ല സന്തോഷം, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നു. ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, നഷ്ടങ്ങൾ, സ്വീകരിച്ച ക്രിസ്തീയ വിശ്വാസം നിമിത്തം അങ്ങനെയെല്ലാം സംഭവിച്ചു. അപ്പോഴും കർത്താവിനോട് വിശ്വസ്തത പുലർത്തണം. എത്ര വർഷം? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് നൽകും. വെളിപ്പാട് 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. തുടക്കത്തിൽ 5-6 വർഷം നല്ല വിശ്വസ്തത പാലിച്ചു. പിന്നീട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിലും ക്രിസ്തുവിനോട് വിശ്വസ്തത കാണിച്ചില്ല. അപ്പോൾ എന്തു സംഭവിക്കും? ജീവകിരീടം ലഭിക്കുകയില്ല. ആർക്കാണ് ജീവകിരീടം കിട്ടുന്നത്? മരണം വരെ വിശ്വസ്തനായിരിക്കുക. കാരണം സ്മരണാസഭയിലെ വിശ്വാസികൾക്ക് സുവിശേഷ വിരോധികളാൽ പല ഉപദ്രവങ്ങൾ അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. നമ്മളെങ്ങനെയാണ് ദൈവമക്കളായത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് നമ്മൾ ദൈവമക്കളായത്. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ദൈവമക്കളായ നാം ക്രിസ്തുവിനോട് ജീവിതത്തിലെ സകല മേഖലകളിലും വിശ്വസ്തനായിരിക്കണം. ഗലാത്യ ലേഖനം 3:26. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്. എങ്ങനെ ദൈവമക്കളായി? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്. ഇങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി
ദൈവമക്കളായ നമ്മൾ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തണം. കൊളോസ്യർ 1:2. ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. ക്രിസ്തുവിൽ വിശുദ്ധരും, സത്യവേദ പുസ്തകത്തിൽ ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതും ചരിക്കുന്നതും ക്രിസ്തുവിലാണ്. ഏത് സാഹചര്യം കർത്താവ് നമുക്ക് അനുവദിച്ചാലും നമ്മൾ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൽ വസിക്കുന്നവരാണ്. അനേക തവണ ക്രിസ്തുവിൽ എന്നുള്ള പദം പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. അധികം വൈകാതെ അത് ചിന്തിക്കാം. നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് നമുക്ക് പരാതിയില്ല. കൊളോസ്യ സഭയിലെ വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഇവർക്ക് പരിശോധനയുണ്ട്, ഒരുപക്ഷെ ചെറിയ വരുമാനമായിരിക്കാം, പക്ഷേ ഇവർ സംതൃപ്തരാണ്. കാരണം ഇവർ ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരാണ്. കൊളോസ്യ ലേഖനം 3:23. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. ഇവർ വിശുദ്ധരാണ്, വിശ്വസ്തരാണ്, സഹോദരങ്ങളാണ്. വിശ്വാസികളായ നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. നമ്മളെ ഇപ്പോൾ ക്രിസ്തുവിലാക്കി വച്ചിരിക്കുന്നു. ഒരു പിതാവിൻ്റെ മക്കളായതുകൊണ്ട് ദൈവമക്കൾ നമ്മളെല്ലാവരും തമ്മിൽ സഹോദരന്മാരാണ്. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊളോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ, ഇത് ഈ വിശ്വാസികളുടെ, നമ്മുടെയും ഒരു സ്പിരിച്വൽ പൊസിഷനാണ്. അതായത് ഗോഡ് പ്ലേസ്ഡ് us ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിനകത്താണ് എന്ന് പറയാം. കൊളോസ്യ ലേഖനം 3:3 വായിക്കുമ്പോൾ, കൊളോസ്യ ലേഖനം നാം പഠിക്കുന്നത് കൊളോസ്യ ലേഖനമാണ്. അതേ ലേഖനത്തിൽ പറയുന്നത്, എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ക്രിസ്തുവിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മീൻ നീന്തുന്നത് വെള്ളത്തിലാണ്, മീൻ കിടക്കുന്നത് വെള്ളത്തിലാണ്. പക്ഷി വായുവിലൂടെ പറക്കുന്നു, പക്ഷിക്ക് ചുറ്റും വായുവാണ്. ഇതുപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിലാണ്. എന്ന് വച്ചാൽ, ഒരു മത്സ്യം ചുറ്റും നോക്കുമ്പോൾ കാണുന്നതും അനുഭവിക്കുന്നതും വെള്ളമാണ്. ഇതുപോലെ ക്രിസ്തുവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം എപ്പോഴും ഒരു വിശ്വാസി അനുഭവിക്കുന്നു. നമ്മൾ ആരാധിക്കുമ്പോൾ, എല്ലാവരും സ്തോത്രഗീതം പാടുമ്പോൾ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും ആരാധനയിൽ അപ്രകാരം വളരെ വ്യക്തമായി നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചറിയാവുന്ന രീതിയിൽ ദൈവസാന്നിധ്യം നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ക്രിസ്തുവിൽ തന്നെയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റും അദൃശ്യമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു മത്സ്യത്തിന് ചുറ്റും എപ്പോഴും വെള്ളമുള്ളതുപോലെ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുമ്പോഴും സുവിശേഷ നിമിത്തം ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും, 1-ാം നൂറ്റാണ്ടിൽ അതെല്ലാം പതിവായിരുന്നു വിശ്വാസികളെ സംബന്ധിച്ച്. അപ്പോഴും അവർ ക്രിസ്തുവിൽ തന്നെയായിരുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഇൻ ഹിം, ക്രിസ്തുവിൽ അല്ലെങ്കിൽ അവനിൽ, ഏകദേശം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ക്രിസ്തുവിൽ അഥവാ അവനിൽ എന്നുള്ള പദം 164 തവണ ഉപയോഗിക്കുന്നുണ്ട്.
അതായത് ഇത് യേശുവിൽ നമ്മൾ കേവലം വിശ്വസിക്കുന്നു, അക്കാര്യം മാത്രമല്ല കാണിക്കുന്നത്. ക്രിസ്തുവിൽ എന്ന പദം കാണിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനോട് ഒന്നായിരിക്കുകയാണ്, വേർപിരിക്കാൻ പറ്റാത്ത വിധം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. 1 കൊരിന്ത്യർ 6:17, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. നമ്മൾ ആരാണ്? ക്രിസ്തുവിൻ്റെ കാന്തയാണ്. ക്രിസ്തുവാണ് നമ്മുടെ കാന്തൻ. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഭർത്താവ് ഇനി അവർ രണ്ടല്ല ഒന്നാണ്. ഇതുപോലെ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നവരാണ്. എങ്ങനെ ചേർന്നു? സ്നാനം വഴി നമ്മൾ യേശു ക്രിസ്തുവിനോട് ഏകീഭവിച്ചു. നമ്മൾ ഇപ്പോൾ ആരാണ്? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തു നമ്മുടെ കാന്തനാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോട് നമ്മൾ പറ്റിച്ചേർന്നിരിക്കുന്നു, ഏകാത്മാവായി തീർന്നിരിക്കുന്നു. ഇത് കേവലം വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു അനുഭവമാണ്. സ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി, ഒന്നാകാൻ വേണ്ടി, ചേരാൻ വേണ്ടി, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് നമ്മൾ എപ്പോഴാണ് ചേർന്നത്? സ്നാനം വഴി ക്രിസ്തുവിനോട് ചേർന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലാണ്. നമ്മുടെ ചുറ്റും ക്രിസ്തുവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം എപ്പോഴുമുണ്ട്. വെറുതെ ടെൻഷനായി നടക്കേണ്ട കാര്യമില്ല. ഈ കാര്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ നാം എത്രമാത്രം സന്തോഷിക്കേണ്ടതാണ്. ഉറങ്ങുമ്പോഴും നമ്മൾ ക്രിസ്തുവിൽ തന്നെയാണ്. ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ക്രിസ്തുവിൽ തന്നെയാണ്. കാരണം നമ്മൾ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുകയാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇനി നമ്മളും ക്രിസ്തുവും തമ്മിൽ വേർപിരിക്കാൻ പറ്റാത്തൊരു ബന്ധം, അതാണ് ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ. അക്കാര്യത്തെക്കുറിച്ച് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ എപ്പോൾ പുറത്ത് കടക്കുന്നുവോ ആ നിമിഷം നമ്മൾ ക്രിസ്ത്യാനിയല്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ ക്രിസ്തുവിലാണ്. ആ ബോധ്യം വചനത്തിലൂടെ നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചുറയ്ക്കണം. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ക്രിസ്തുവിലാണ്. 1 കൊരിന്ത്യർ 12:27, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ശരീരത്തിൽ നിന്ന് അവയവത്തിന് എങ്ങനെ വേർപെട്ടിരിക്കാൻ പറ്റും? അവയവങ്ങൾ കൂടിച്ചേർന്നതാണ് ശരീരം. റോമാലേഖനം 12:5. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമ്മൾ ക്രിസ്തുവിലാണ്. നമ്മുടെ ചുറ്റും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. ക്രിസ്തുവിലാണ് എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല അർത്ഥം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നമ്മുടെ ചുറ്റും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഉള്ളിലും ക്രിസ്തു വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്രിസ്തുവിലാണ്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 27. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ.
ഈ രഹസ്യമാകട്ടെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ.